ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഞാനൊരു 50 hours വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തത്, 50 മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ വീഡിയോ, എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ്? ഓക്കെ, ഒന്നുമില്ല, നിങ്ങളൊരു ദിവസം വെള്ളം മാത്രം കുടിക്കുക, വേറെ ഫുഡായിട്ടൊന്നും കഴിക്കുന്നില്ല, വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നും നിങ്ങൾ കഴിക്കില്ല, ഓൺലി വാട്ടർ. ഓക്കെ, സോ അതാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഞാൻ ഈ ഡിസിഷൻ എടുത്ത സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് ആണ്, ഞാൻ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ പാരൻസ് കുറച്ച് മീൻസ് അതൊട്ടും നല്ലതല്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവരും പറഞ്ഞത് ഇതൊന്നും ഒട്ടും ശരീരത്തിന് നല്ലതല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറേ റിസർച്ച് ചെയ്തിരുന്ന പേപ്പേഴ്സും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മൾ വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിലോ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഡിപ്പെൻസ്. നോർമലി ആൾക്കാർ ഒരു 3 days 5 days ഒക്കെ ചെയ്യാറുണ്ട്, വിച്ച് ഈസ് ക്വൈറ്റ് നോർമൽ. ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഇല്ല. സോ ഞാൻ ട്രൈ ചെയ്തു, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. ഓക്കെ, സോ എൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ഈച്ച് ഡേ ഞാൻ അതായത് ദിവസം രാത്രി റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഞാനിവിടെ കാണിക്കാം. ബട്ട് കമ്മിങ് ടു ദ പോയിന്റ്, ആരൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി പീപ്പിൾ ഹു ആർ അണ്ടർ വെയിറ്റ് തീരെ കുറവുള്ള ആൾക്കാർ ഒരിക്കലും വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യരുത്. ദെൻ പ്രഗ്നൻറ്റ് ലേഡീസ് ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഡയബറ്റീസ് ഉള്ളവർ ചെയ്യാൻ നിൽക്കരുത്. സ്ഥിരമായി മൈഗ്രെയിൻ വരുന്ന ആൾക്കാർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അതല്ലാണ്ട് നിങ്ങൾ ക്വൈറ്റ് ഹെൽത്തി നോർമലാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കും. സോ ഒരു 2 days വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. സോ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ഓരോ ദിവസം. ഹായ്, സോ ഡേ 1 ഓഫ് വാട്ടർ ഫാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സീരിയസ്ലി ഗൈസ്, ഇറ്റ്സ് വെരി ടഫ്. ഓക്കെ, ഇന്നത്തെ ദിവസം ഞാൻ ആകെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. സോ രാവിലെ എണീറ്റു, ഒരു 15 മിനിറ്റ് ഞാൻ നടക്കാനൊക്കെ പോയി, അത് കഴിഞ്ഞ് വന്നു ചെറുതായിട്ട് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. സോ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഓഫ് വാട്ടർ ഫാസ്റ്റിംഗ്. അതായത് ഈ ദിവസം നമ്മൾ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. സോ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ വീഡിയോസ്, കുറച്ച് പേപ്പേഴ്സൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ഡിഫിക്കൽട്ടാണ്, എന്തൊക്കെയായിരിക്കും ഓരോ ദിവസത്തെ കണ്ടീഷൻ എന്നുള്ളത്. സോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഒറിജിനലി എന്ന് എനിക്കറിയണമായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം 9:45 ആയി. ഞാൻ ഇതേപോലത്തെ ബോട്ടിൽ 3 വെള്ളം കുടിച്ചു, ഒരു 10 സ്മോൾ പീസസ് ഓഫ് തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൺ ഇടയിൽ സ്കൂളിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കളിക്കാൻ പോയി, എക്സസൈസ് ചെയ്തു, നടക്കാൻ പോയി, ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ കുറേ വെള്ളം മാത്രം ലിറ്ററലി വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല തലവേദന ഉണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. വയറിങ്ങനെ വിശപ്പ് വന്നിങ്ങനെ ഒരുമാതിരി കുഴിയുന്ന പോലെ ഒരു ഫീൽ വരും. ബട്ട് ഐ വാണ്ട് ടു ഫീൽ ദാറ്റ്. ഞാനത് എങ്ങനെയാണ് എനിക്കറിയണമായിരുന്നു. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നല്ല തലവേദന ഉണ്ടായിരുന്നു. വേറെ ഒന്നും കഴിച്ചിട്ടില്ല, അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പിയാണ്. സൂപ്പർ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. മീൻസ് എനിക്ക് കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഞാൻ നന്നായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്, അതെനിക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഞാൻ ഇന്ന് പെർട്ടിക്കുലർലി എൻ്റെ വീട്ടിൽ രാത്രി പൊറോട്ടയും അമ്മ ഉണ്ടാക്കിയ മട്ടൻ കറിയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. സ്റ്റിൽ ഞാൻ അതൊന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടി കൊണ്ടുവന്നു. സോ കറൻ്റ് എൻ്റെ ബോഡി ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. സോ ഇതാണ് ഡേ 1, ബാക്കി നോക്കാം. സോ അങ്ങനെ ഡേ 2 ഓഫ് വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ഞാൻ പറയണത്, ഒന്നും വീഡിയോന് വേണ്ടിയിട്ടുള്ളതല്ല. രാവിലെ ഒന്നും എനിക്ക് ഒട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പോയി, കളി കാര്യങ്ങൾ, ആക്ടിവിറ്റി, സ്കൂളിൽ പോയി. പക്ഷെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. ബട്ട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. ഓക്കെ, വെള്ളം വയറിലെത്തുമ്പോഴേക്കും ഓക്കെ ഫൈൻ, വിശപ്പൊക്കെ മാറി, പിന്നെ നമ്മുടെ കാര്യം പോകും. ബട്ട് വിത്തിൻ കുറച്ച് ടൈം കൊണ്ട് തന്നെ പിന്നെ നമുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആൻഡ് ആക്ച്വലി എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഏകദേശം ഒരു 40 മണിക്കൂറോളം ആയി ഈ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട്. അപ്പോൾ
വിശപ്പുണ്ട്, പക്ഷെ തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം. ബട്ട് നല്ല ടയേർഡാവുന്ന പോലെ ഉണ്ടായിരുന്നു, ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഒരു 9 മണിയായപ്പോൾ ഏകദേശം എൻ്റെ 50 മണിക്കൂർ കഴിഞ്ഞു വാട്ടർ ഫാസ്റ്റിങ്ങിൻ്റെ. 50 മണിക്കൂർ ആയപ്പോഴേക്കും, മീൻസ് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വിശന്ന് വയറിൻ്റെ അവിടെ ഇങ്ങനെ കുഴി പോലെ, മീൻസ് അത്ര വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യും. സീരിയസ്ലി നമ്മൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത്ര തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അവസാനം അമ്മ എനിക്ക് ഫുഡൊക്കെ തന്നു, ഞാനത് ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മൾ ഫുഡില്ലേ കുറച്ചും കൂടി ആസ്വദിക്കാൻ തുടങ്ങും. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഫുഡ് നല്ല ആസ്വദിച്ച് ഇന്നലെ കഴിച്ചത്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇല്ല, ഞാൻ ബോഡി കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ഇതാണ് ഏകദേശം 50 മണിക്കൂർ ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ്, അതായത് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം ഒറ്റയടിക്ക് ആയതുകൊണ്ട് മാത്രമേ ഞാൻ രാവിലെ ഒരു 3-4 പീസ് അല്ലെങ്കിൽ ഒരു ചെറിയ 5-6 പീസ് തണ്ണിമത്തം കഴിച്ചു. അതല്ലാണ്ട് വേറെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിയൽ എക്സ്പീരിയൻസ്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ Day 1 Day 2 ആ ഒരു റിയൽ എക്സ്പീരിയൻസ് ഞാൻ അന്നന്ന് രാത്രി ഷൂട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിനെ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തത് കൊണ്ട് ആക്ച്വലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വിൽ പവർ ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിത് കഴിക്കില്ല അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് തീരുമാനിച്ച് എടുക്കാനുള്ള ഒരു കരുത്തുണ്ടാവും. സെക്കൻഡ് തിങ്, നമ്മളൊരു ആക്ച്വലി ഒരു എനർജി സേവിങ് മോഡ് പോലെയാണ്. അതായത് നമുക്ക് ഒരുപാട് എനർജി ഉണ്ട്, നമ്മളത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ഇനഫ് എനർജി ടു ഡു ഓൾ ദ ആക്ടിവിറ്റീസ്. നിങ്ങൾ നോർമൽ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നമുക്ക് എനർജി കിട്ടുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ. ആൻഡ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്ന സെക്കൻഡ് ബ്രെയിൻ ആണ്. സോ ഇഫ് ഇറ്റ്സ് നോട്ട് പ്രോപ്പർലി വർക്കിംഗ്, നമുക്ക് മൊത്തം നമ്മുടെ സിസ്റ്റം കുളമാവും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഈ 2 ദിവസം അല്ലെങ്കിൽ ഈ 50 മണിക്കൂറും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് എവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല, ഒരു ഗട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. സോ ആക്ച്വലി നമ്മുടെ ബോഡിക്ക് നല്ലൊരു കാര്യമാണ്. ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തർ എത്ര ഡേ എടുക്കുന്ന അനുസരിച്ചിട്ടുള്ളത്. എനിക്ക് 5 ദിവസമൊക്കെ എടുക്കണം എന്നുള്ളതായിരുന്നു. ബട്ട് 50 മണിക്കൂർ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു വിശപ്പാണ് മെയിൻ. നല്ല വിശന്നു, ഫുഡ് കഴിച്ചു. സോ ഇതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. ഞാൻ ഇനി ഫ്യൂച്ചറിൽ കുറേ ദിവസം കഴിയുമ്പോൾ മേ ബി 5 days ഒക്കെ എടുക്കുമായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.